Hi friends, welcome to my channel SKR Tech World. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റിമോട്ട് കൺട്രോൾ സ്വിച്ചിൻ്റെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്താലോ. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഓൾമോസ്റ്റ് ഒരു 550 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. ബബിൾ റാപ്പിലാണ് നമ്മുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിനധികം ഓവർ സൈസൊന്നുമില്ല. ചെറിയൊരു ബോക്സിലാണ് നമ്മുടെ കൺട്രോളർ വന്നിരിക്കുന്നത്. കൂടെ ഒരു റിമോട്ടും വന്നിട്ടുണ്ട്. ഈ റിമോട്ട് IR റിമോട്ടല്ല, RF റിമോട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ദൂരത്തു നിന്ന് തന്നെ ഇത് പ്രവർത്തിക്കുന്നതാണ്. ഇതിൽ ABCD എന്ന് കാണിക്കുന്നത് അതിൻ്റെ സ്വിച്ചുകളാണ്. റിമോട്ടിൻ്റെ ക്യാപ്പുകൾ ടൈറ്റാണ്, തുറക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് സ്വിച്ച് കൺട്രോളിനെ പറ്റി നോക്കാം. ഈ സ്വിച്ച് കൺട്രോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൽ നോർമലിൽ 7 വയറാണ് വന്നിട്ടുള്ളത്. ഇതിൽ 4 വയറിൻ്റെ ഒരു സെറ്റ് വന്നിട്ടുള്ളത് സ്വിച്ചിലേക്കുള്ള ഫേസും പിന്നെ ബോർഡിലേക്കുള്ള ന്യൂട്രൽ ഫേസുമാണ്. അത് ചുവപ്പ് ഫേസും ന്യൂട്രൽ ബ്ലാക്കുമാണ്. ഒരു ഔട്ട്പുട്ട് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കിയാലോ. എന്താണ് ഇതിനകത്തെന്ന് അറിയണ്ടേ. ബാക്കിലുള്ള ചെറിയൊരു ലോക്കാണ്, അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. 4 റിലേ ആണ് മെയിനായിട്ട് വരുന്നത്. 4 12 വാട്ട് റിലേയിലാണ് ഇതിൻ്റെ ഫുൾ വർക്കിംഗ് സിസ്റ്റവും. നോർമലി ഈ മോഡലിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 4 സ്വിച്ചുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഇതിന് 2 സ്വിച്ച് തൊട്ട് 8 സ്വിച്ച് വരെയുള്ള മോഡലുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് സിമ്പിൾ, അതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. ഇവിടെ 2 ന്യൂട്രൽ വയർ കാണാം. ഇതിൽ ഈ രണ്ടാമത്തത് മൂന്നാമത്താണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ ന്യൂട്രും മൂന്നാമത്തെ ഫേസും. ഇത് ഔട്ടാണ്. ന്യൂട്രൽ ഔട്ട് വേണ്ട സപ്ലൈകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് ഞാൻ ടേപ്പ് അടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് വരുന്നത് 30 മീറ്ററാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഒരു 50 മീറ്റർ വരെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ ലോഡ് വരുന്നത് മൊത്തത്തിൽ 1000 വാട്ട്സും ഒരു സപ്ലൈക്ക് 200 വാട്ട്സുമാണ് മാക്സിമം വരുന്നത്. 200 വാട്ട്സ് ആകുമ്പോൾ നോർമലി ഫാനും ലൈറ്റും എല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷൻ നൽകുന്നതിന് വേണ്ടി ഒരു ഫേസും ന്യൂട്രൽ ആവശ്യമാണ്. പിന്നെ 4 സ്വിച്ചിലേക്ക് പോകുന്ന സ്വിച്ചിൻ്റെ ഫേസും ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ ന്യൂട്രൽ ഫേസും കണക്ട് ചെയ്യുകയാണ്. വളരെ വൃത്തിയായിട്ട് തന്നെ കണക്ട് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഷോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ന്യൂട്രൽ ഫേസ് മാറിപ്പോകാനും പാടില്ല. ബാക്കി 4 വയറുകൾ സ്വിച്ച് ഫേസിൽ കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആ ബോക്സിനുള്ളിൽ വെച്ച് അടയ്ക്കേണ്ടതാണ്. വയറുകൾ ഒരു സൈഡിലേക്ക് മാറ്റി വളരെ വൃത്തിയായി ചെയ്യാൻ നോക്കുക. കാര്യം സ്ക്രൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രൂ വയർ തട്ടി ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ബോക്സ് അടയ്ക്കുന്ന സമയത്തും സ്ക്രൂ ഒന്നും അതിൽ വയറുകളിൽ കയറാതെ നോക്കണം. പുറത്തേക്ക് എടുക്കുന്ന വെള്ള വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻറ്റിനായിട്ട് ആക്ട് ചെയ്യുന്ന വയറാണ്. അത് നമുക്ക് അതിനുള്ളിൽ തന്നെ വയ്ക്കാം, പുറത്തോട്ട് വയ്ക്കണമെന്നില്ല. പുറത്തോട്ട് വെച്ചാൽ നമ്മൾ സിഗ്നൽക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞ് പുറത്തോട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് സ്വിച്ച് പ്ലേറ്റ് കണക്ട് ചെയ്യാം. ഒരിക്കലും ഓപ്പൺ ആക്കി ഇടരുത്. കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് പിടിക്കുകയോ ഷോക്ക് അടിക്കാനുള്ള ചാൻസുകളും വളരെ അധികമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് സ്വിച്ച് പ്ലേറ്റ് കണക്ട് ചെയ്യാം. സ്വിച്ച് പ്ലേറ്റ് കണക്ട് ചെയ്താൽ സാധാരണ നോർമൽ സ്വിച്ച് പോലെ സ്വിച്ച് വെച്ചതുപോലെ തോന്നുള്ളൂ. ABCD എന്ന് കാണിച്ചിരിക്കുന്ന ഓരോ സ്വിച്ചുകളാണ്. നമുക്കിപ്പോൾ ഓരോന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഇതിലടിയിൽ ഓണും ഓഫും ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഫസ്റ്റ് നമുക്ക് ഏതാണ് സ്വിച്ച് ചെക്ക് ചെയ്ത് നോക്കാം.
ഞാൻ ഈ ഫാനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ സോക്കറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ ഡിലേയും വരുന്നില്ല. സ്വിച്ച് പ്രസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞ് വർക്കാവുക അങ്ങനെയൊന്നും ഇത് സംഭവിക്കുന്നില്ല. സ്പോട്ടിൽ തന്നെ എല്ലാം വർക്കാവുന്നുണ്ട്. ബി നമ്മുടെ ഇവിടുത്തെ ലൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അടുത്ത് നമുക്ക് സി നോക്കാം. സി ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് വീട്ടിലെ സീലിംഗ് ഫാനിൻ്റെ സ്വിച്ചാണ്. ഇപ്പോൾ നോക്കാം, സി നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഉണ്ട്, ഓഫ് ആകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് സ്പോട്ടിൽ ചെയ്യുന്ന പോലെ കിട്ടില്ല, കാര്യം ഫാൻ കറങ്ങി നിൽക്കാൻ കുറച്ച് ടൈം എടുക്കും. എങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഡി നോക്കാം. ഡി ബെഡ് ലാമ്പാണ്. ബെഡ് ലാമ്പും നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. നമ്മുടെ 4 സ്വിച്ചുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. വേറെ പ്രോബ്ലമോ ഡിലേയോ ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഓൺ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും കണക്ഷനുകളും ഒരേ സമയം ഓൺ ആവുകയും ഓഫ് ഞെക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ സമയം ഓഫ് ആവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഫീച്ചർ. നമുക്കിനി റിമോട്ടിൻ്റെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം. 30 മീറ്ററാണ് കമ്പനി പറയുന്നത്. നമുക്ക് നോക്കാം എത്ര മീറ്റർ കിട്ടുമെന്ന്. ഇത് 10 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ചെക്കിംഗ് ആണ്. ഇനി നമുക്കൊരു 50 മീറ്റർ ഡിസ്റ്റൻസ് നോക്കാം. 50 മീറ്റർ ഡിസ്റ്റൻസിലും നല്ല രീതിയിൽ നമുക്കിപ്പോൾ കമ്പനി പറഞ്ഞൊക്കെ ദൂരം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു സിമ്പിൾ വയറിംഗ് ഡിസൈനൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ ഇത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 4 ഹോൾഡറിലാണ് ഈ പ്രോസസ്സ് കാണിക്കുന്നത്. 4 ഹോൾഡറിൽ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. കൺട്രോളറിൻ്റെ ഔട്ടിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഔട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്, ഇന്നിലല്ല. ബാക്കിയുള്ള 4 വയറുകൾ കൺട്രോളറിൻ്റെ 4 സ്വിച്ച് ഫേസിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഇളകിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇളകിപ്പോവുക, ഷോർട്ട് ആവുക തുടങ്ങിയ ചാൻസുകളുണ്ട്. അത് നമുക്ക് 4 വയറുകൾ കണക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇൻപുട്ട് സപ്ലൈ നൽകണം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലെ പഴയ ഒരു കോഡ് വയറാണ്. ന്യൂട്രൽ ഫേസ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം. എ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ബി നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. സി ഒരുമിച്ച് കത്തുകയും ഓഫ് അമർത്തുമ്പോൾ എല്ലാം ഒരുമിച്ച് അണയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവരിവൺ.